ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും മാഡ് എഞ്ചിനീയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാനൊരു 4 വീൽ ഡ്രൈവ് ലോറിക്ക് വേണ്ടിയിട്ടുള്ള ചേസാണിത്. ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ കേടായ കാറിൻ്റെ ഒരു 4 വീൽ ഡ്രൈവ് ഓഫ് റോഡ് കാറിൻ്റെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചേസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ FlySkyയുടെ റിമോട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് പാർട്ടിൽ ഫുൾ മേക്കിംഗ് വീഡിയോ ഇടുന്നതാണ്. ഇതിൻ്റെ ചേസിന് വേണ്ടിയിട്ട് ഞാനൊരു PVC ഷീറ്റാണ് യൂസ് ചെയ്യണത്. PVC ഷീറ്റ് ഞാൻ ആദ്യം കട്ട് ചെയ്തൊരു മെഷർമെൻറ്റിലോട്ട് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമ്മളൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ കാറിൻ്റെ കറക്റ്റ് ബോഡിയിലോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. 2 പീസും റെഡിയായി. ഇനിയിപ്പോൾ ഈ 2 പീസ് എടുത്തിട്ട് നമുക്ക് കാറിൻ്റെ ലെങ്ത്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പോൾ ഈ കാറ് ഞാൻ ചെയ്തേക്കണത് ഇത് കേടായ ഒരു കാർ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടി. കാരണം കാറിൻ്റെ ലെങ്ത്ത് കുറവായിരുന്നു, ഒരു ഓഫ് റോഡ് കാറായിരുന്നു. അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കമ്പിയൊക്കെ മാറ്റിയിട്ട് അതിന് പകരം റീഫിലറൊക്കെ വെച്ച് കണക്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് PVC ഷീറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് FlySky ഗ്ലൂ ഒക്കെ ഇട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊക്കെ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുന്നതാണ്. കാരണം എവിടെയെങ്കിലും വെയിൽ ചരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് നോക്കുന്നതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മെഷർമെൻറ്റൊക്കെ ഏകദേശം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. വേറെ ബെൻഡും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. കാരണം ബാക്കിൽ താഴത്തെ വീലിൻ്റെ ഹോളൊന്നും കറക്റ്റായിട്ടില്ല. അപ്പോൾ ചെറിയ പീസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു FlySky ഇട്ടിട്ടൊന്ന് സ്ട്രോങ് ചെയ്ത് കൊടുക്കാനാണ്. കാരണം ഇത് അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. നമ്മളിത് 7.4 വോൾട്ടിൻ്റെ ലിപ്പോ ബാറ്ററി വെച്ചിട്ട് ഓടിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മളുടെ ബ്രഷ്ഡ് ESC വെച്ച്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്രഷ്ഡ് ESC വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാനത് ഗ്ലൂ ഇട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. വരുന്ന വീഡിയോയിൽ കുറച്ചൊക്കെ ഒടിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബമ്പറൊക്കെ ഒടിയുന്നത് നിങ്ങൾക്ക് കാണാം ബാക്കി വീഡിയോയിൽ. അങ്ങനെ ഗ്ലൂവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നോക്കാം. ഇത് FlySkyയുടെ റിമോട്ടാണ്. ഇത് 2.4 GHz റിമോട്ടാണത്. ഇപ്പോൾ ഇത് 850 mAh 7.4 ബാറ്ററി ലിപ്പോ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ലിപ്പോ ബാറ്ററി നോർമലി യൂസ് ചെയ്യുന്നത് ഫ്ലൈയിങ് പർപ്പസിനും അത്യാവശ്യം സ്പീഡുള്ള RC കാർസിനും ഹെലികോപ്റ്റേഴ്സിനൊക്കെയാണ് ലിപ്പോ ബാറ്ററി യൂസ് ചെയ്യുന്നത്. 7.4 വോൾട്ടാണ് 850 mAh. ഇത് 20 ബ്രഷ്ഡ് ESC ആണ്. ബ്രഷ്ഡ് ESC എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വേണ്ടി പറയാനാണ്. ഇത് ബ്രഷ്ലെസ് മോട്ടറാണ് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിരുന്നത് ബ്രഷ്ലെസ് മോട്ടറിൻ്റെ ESC ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലൈറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു. ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയില്ല. ബ്രഷ്ഡ് ESC കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ നോർമൽ DC മോട്ടേഴ്സും ബ്രഷ്ഡ് ESCയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കാർ ഓടിക്കാനൊക്കെ ഈ ESC വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ESC വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിലുള്ളൊരു അറ്റംപ്റ്റാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ESCയും ബാറ്ററിയൊക്കെ എടുത്തിട്ട് ഈ ചേസിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിത് ഫിക്സ്ഡായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എൻ്റെ വലിയ കാര്യമായിട്ടൊന്നും ഫിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് സെർവോ ആണ് ഞാൻ പിടിപ്പിക്കാൻ വെച്ചേക്കണം. ഇപ്പോൾ ബാറ്ററി എടുത്ത് ജസ്റ്റ് വെക്കേണ്ട സെൻറ്റർ വെയിറ്റിലൊക്കെ ഒന്ന് വെച്ചു. നമുക്കിനി സെർവോ സെറ്റ് ചെയ്യണം. സെർവോ അറിയാൻ പാടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. സെർവോ നമുക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ പ്രൊഫഷണൽ റിമോട്ടിനൊക്കെ നമുക്ക് കാർ ഓടിക്കുന്ന ലാഘവത്തോടെ തന്നെ സ്റ്റിയറിംഗ് കിട്ടും. നമ്മൾ എന്തോരം തിരിക്കുന്നു, എത്ര സ്പീഡിൽ തിരിക്കുന്നു, അതേ സ്പീഡിൽ കിട്ടാൻ വേണ്ടിയാണ് സെർവോയും ഇങ്ങനത്തെ റിമോട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് സെർവോ സെറ്റ് ചെയ്തേക്കുന്നത്? ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് സെർവോ ഒന്ന് ഒട്ടിച്ചു. ഇതൊരു പഴയ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റാഡ് വെച്ചിട്ട്. ഇനി സെർവോ നമ്മളുടെ ആ ഒരു റിസീവറിലോട്ടൊന്ന് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇത് റിസീവറിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ESCയിലോട്ട് ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പോൾ ESCയുടെ പഴയ കണക്ടർ ഞാൻ ചേഞ്ച് ചെയ്തു. അതായിരുന്നു പഴയ കണക്ടർ. ഞാനത് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ ബാറ്ററിക്ക് മാച്ചിങ് ആയിട്ടുള്ള കണക്ടർ ഉണ്ടായിരുന്നു. ഞാനത് സോൾഡർ ചെയ്തു. ഇതായിരുന്നു പഴയ കണക്ടർ കേട്ടോ. അതേ മോട്ടറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇതിപ്പോൾ മെയിലും ഫീമെയിൽ സോക്കറ്റും ഞാൻ എൻ്റെ അടുത്ത് ഇരുന്ന ഒരു കണക്ടർ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഈ ബാറ്ററി നമ്മളെങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഒരിക്കലും റിസീവറായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നോർമലി നമ്മൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ആദ്യം ESCയിലോട്ട് കൊടുക്കും. അതിപ്പോൾ എത്ര വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്താലും ESC എന്നുള്ള വോൾട്ട് 5 വോൾട്ട് നിയർലി 5 വോൾട്ടാണ്.
നമ്മളുടെ റിസീവറിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി ESCയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ESCയിൽ നിന്നൊരു 3 പിൻ വയർ വരും. അത് നമ്മൾ റിസീവറിൻ്റെ ഇപ്പോൾ ഏത് ചാനലിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിഗ്നലും കറണ്ടും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും, വോൾട്ടും അതിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ ആദ്യം റിസീവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട്. റിസീവറിൽ ഞാനിപ്പോൾ ചാനൽ 4 കണക്ട് ചെയ്യണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഒറ്റ സ്വിച്ചിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് സൈഡ് സ്വിച്ചിലോട്ട് ചാനൽ 4 മോട്ടർ ഡ്രൈവിൻ്റെ ESC കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യണം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്ററി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ESC ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കാരണം ഇത് ഷെയ്ക്ക് ചെയ്ത് അവിടേക്ക് അടിച്ച് പോകണ്ട. കാരണം ഫസ്റ്റ് ടൈമല്ലേ വാങ്ങിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ESC ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തു. ESCയിൽ 2 സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. അതൊരു ഓൺ ഓഫ് സ്വിച്ചും ഒരെണ്ണം റിവേഴ്സ് ബ്രേക്കിംഗ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് വേണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ സെർവോൻ്റെ കണക്ഷൻ എടുത്തിട്ട് റിസീവറിൽ കണക്ട് ചെയ്തു. അപ്പോൾ സെർവോയും ESCയും മോട്ടറൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോട്ടറിൻ്റെ വയർ ESCയിൽ നിന്ന് കണക്ട് ചെയ്യണം. ഈ വയർ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത് റിസീവറിൻ്റെ ആൻറ്റിനാണിത്. അതെങ്ങനെ തട്ടിമുട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആ ഗ്യാപ്പിലൊന്ന് കയറ്റി വെച്ചെന്നുള്ളൂ. ഇത് ഞാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ സ്വിച്ച് ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണത്. പ്രത്യേകിച്ച് ഒരു പൊസിഷനൊന്നും ഞാൻ വെച്ചിട്ടില്ല, കാരണം ബോഡിയൊന്നും കണക്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഒന്ന് മാറ്റി വെച്ചു. ഇനി ഇത് ഞാൻ മോട്ടറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നേരത്തെ കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചാണ്. ഇത് ഈ പിന്നെടുത്ത് കണക്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ കറക്റ്റാണോ നമ്മളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഫ്രണ്ടിലോട്ട് നിൽക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് തന്നെ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ റിമോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കണക്ട് ചെയ്തിപ്പോൾ അതിൻ്റെ വയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം, സ്വിച്ച് സ്റ്റിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടുമ്പോൾ അവിടെ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വിച്ചൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് റിമോട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് സെർവോ ഒന്ന് തിരിയാനൊക്കെ അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. സെർവോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ മോട്ടറിൻ്റെ വയറെന്തോ ലൂസായിപ്പോയി, ഞാൻ പിടിപ്പിച്ച് കറക്റ്റായില്ല. ഇനിയിപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. കാരണം അത് ഞാൻ ജസ്റ്റ് വെച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലൂസായിപ്പോയി. ഇപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനത് ടേപ്പ് ചെയ്യാത്ത വേറെ ഒന്നുമില്ല, ഇതിപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ടാണ് ടേപ്പ് ചെയ്യാത്തത്. കാരണം ഈ റണ്ണിങ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ ഞാൻ രണ്ടാമതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ മൂവ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ എല്ലാ പൊസിഷനും കറക്റ്റായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രയൽ റണ്ണൊന്ന് നോക്കാം. ഇത് ഞാൻ ടെറസിലാണ് ട്രയൽ അടിക്കുന്നത്, കാരണം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ടെറസിലാണെങ്കിൽ സ്ഥലം കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ തന്നെയാണ് ക്യാമറമാൻ, ഞാൻ തന്നെയാണ് ഡ്രൈവർ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് ഔട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിൻ്റെ ഫുൾ വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. റിമോട്ടിൻ്റെ വർക്കിംഗ് എല്ലാം വരുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. കാരണം ഞാൻ ഈ റിമോട്ട് വെച്ചിട്ട് ഒരു ബ്രഷ് DSC വെച്ച് കണക്ട് ചെയ്തിട്ട് ഇത്രയും പെർഫോമൻസ് ഉണ്ടാവും വിചാരിച്ചില്ല. ഇതിപ്പോൾ ചാർജ് കുറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ഞാനൊരു 10 മിനിറ്റോളം മര്യാദക്ക് ഓടിച്ചിരുന്നു, അതൊന്നും റെക്കോർഡായില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ സ്ലോയിൽ റൺ ചെയ്ത് നോക്കുന്നുണ്ട്, സ്പീഡിൽ ഓടിച്ച് നോക്കുന്നുണ്ട്. ഇതൊന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് അപ്പോൾ ഡ്രിഫ്റ്റാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു തവണ ടെറസിൽ നിന്ന് പുറത്ത് പോയേനെ അതേ പിന്നെ ഞാനൊരു മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് ഓടിക്കാൻ ശ്രമിക്കണത്. പിന്നെ അവിടെയൊക്കെ പോയി ഇടിച്ചതിൻ്റെ ബമ്പറൊക്കെ ഒന്ന് ഓടിച്ചായിരുന്നു. അതൊക്കെ വീഡിയോയിൽ മിസ്സായിപ്പോയി, എൻ്റെ ആ വീഡിയോ കിട്ടിയില്ല, ക്യാപ്ചറായില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ടേണിങ് എങ്ങനെയാണ്, നമുക്ക് എത്രത്തോളം തിരിക്കാൻ പറ്റും, അതിൻ്റെ ഡ്രിഫ്റ്റിംഗ് കപ്പാസിറ്റിയൊക്കെ നോക്കിക്കോട്ടെ. ഇത് ഗ്രിപ്പുള്ള ടയറാണ്, ഗ്രിപ്പുള്ള ടയറിൽ തന്നെ ഡ്രിഫ്റ്റ് ആവുന്നതാണ് വല്ലാത്തൊരു ഫീൽ തന്നെ. കണ്ടോ, സാറിന് നമുക്ക് ഡ്രിഫ്റ്റിംഗ് സെപ്പറേറ്റ് PVC പോലത്തെ ടയറൊക്കെ ഉണ്ടാവും, പൈപ്പ് പോലത്തെ ടയർ ഉണ്ടാവും, അത് ഗ്രിപ്പ് ഉണ്ടാവില്ല. അതിലാണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു കാറിൻ്റെ അടുത്ത് ഗ്രിപ്പുണ്ട്, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇതിപ്പോൾ കണ്ട് ഗ്രിപ്പുള്ള നമ്മുടെ സ്റ്റഡ് ടയറാണ് സ്കിഡായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ല, ലിപ്പോ വെച്ചിട്ടുണ്ട്. ലിപ്പോയ്ക്ക് പവറും കൂടുതലായിരിക്കും, അതിന് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ അത് നല്ല പെർഫോമൻസും കാണിക്കും. ഇതിപ്പോൾ കണ്ടു സെർവോൻ്റെയൊക്കെ ആ ഒരു ടേണിങ് ഉണ്ട്. നമുക്ക് എന്തോരം വേണമെങ്കിലും അതിൻ്റെ റേഡിയസ് കറക്റ്റായിട്ട് തിരിക്കാം.
ഇത് ഞാൻ വെറുതെ നിങ്ങളൊന്ന് 4 വീൽ ഡ്രൈവ് വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് കൈ പിടിച്ചാണ്. ഇതുകൊണ്ട് അതിൻ്റെ 4 വീൽ ഡ്രൈവ് 4 വീൽ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് എത്ര സ്പീഡ് മാക്സിമം സ്പീഡ് വരെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. നിങ്ങളിതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കും കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.